ദൈവത്തിൻ്റെ കരസ്പർശം വരുമ്പോൾ വലിയ മാറ്റങ്ങളുണ്ടാവും, മാനസാന്തരങ്ങളുണ്ടാവും. അത് അനുഗ്രഹമായിട്ട് മാറും. പ്രാർത്ഥിക്കാൻ പോവാണ്. ഈ ദിവസം നിങ്ങളെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ആരോഗ്യത്തിലും ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതികളിൽ നിന്നും, വഞ്ചനയിൽ, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും നല്ല ആരോഗ്യവും തരണമേ. ഐശ്വര്യമുള്ളൊരു ജീവിതം തരണമേ. ആത്മീയമായും ഭൗതികമായും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കണമേ. ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കണമേ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും സന്തോഷവും ആയുസ്സും ആരോഗ്യവും എല്ലാം ഞങ്ങൾക്ക് തരണമേ. മന്ത്രവാദം, കൂടോത്ര, ക്ഷുദ്രപ്രയോഗം എന്നീ തരത്തിലുള്ള അന്ധകാര സ്വാധീനങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കണമേ. കുടുംബത്തെ, വീടിനെ, ആരോഗ്യത്തെ, ശുശ്രൂഷകളെ സൂക്ഷിക്കണമേ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന, ഒരു ദോഷവും വരികയില്ല, ഒരു തിന്മയും നിനക്ക് വരില്ല, ഒരനർത്ഥവും നമ്മുടെ കൂടാരത്തെ തൊടുക പോലുമില്ല. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനം സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുത്ത് പ്രാർത്ഥിക്കണം. ദൈവഹിതപ്രകാരമായ ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കും. നാളെയും 5